നമസ്കാരം. ഓരോ ദിവസം തോറും പുതിയ പുതിയ വിവരങ്ങൾ പുറത്തു വന്നതോടെ രാഹുൽ മാങ്കൂട്ടം കേസ് തിരിച്ചടിയായി മാറുമെന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ഇനിയും രാഹുൽ മാങ്കൂട്ടത്തെ ഇതുപോലെ ആ, പീഡിപ്പിച്ചാൽ, അതായത് പൊതു പ്രദർശനത്തിന് കൊണ്ടുപോയാൽ ജനങ്ങൾ പോലീസിനെ കയറി അടിക്കും എന്നുള്ള ഒരു രൂപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ജാതി മതം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ ജനക്കൂട്ടം ഒറ്റക്കെട്ടായി രാഹുൽ മാങ്കൂട്ടത്തിനെ ഇറങ്ങും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഇന്റലിജൻസിന് കിട്ടിയിരിക്കുന്നത്. ഇത് കാര്യം പിണറായി വിജയനെ അറിയിച്ചിരിക്കുകയാണ്. പിണറായി വിജയൻ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നുള്ള അവസ്ഥയിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഇതുപോലുള്ള ഒരു കള്ളക്കേസിൽ അദ്ദേഹത്തിന് എല്ലാവിധ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്യുകയും അർദ്ധരാത്രി ഒരു കൊലപ്പുള്ളിയെ പോലെ, ഭീകരനെ പോലെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യുകയും അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് പോലീസ് കടത്തിക്കൊണ്ടു പോവുകയും ചെയ്ത് അവസാനം പുറത്തൊന്നും അറിയാതെ ഞങ്ങൾ പറയുന്ന എല്ലാം വാർത്തകളായി തീരുമെന്നും അതുവഴി രാഹുൽ മാങ്കൂട്ടത്തിന് UDF-നും വലിയ തിരിച്ചടി കിട്ടുമെന്നുള്ള പ്ലാനും പ്രവർത്തനമായിരുന്നു പിണറായി വിജയൻ. എന്നാൽ 8 നിലയിലാണ് പിണറായി വിജയൻ പൊട്ടിയത്. UDF മുമ്പ് ഉമ്മൻചാണ്ടിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് അദ്ദേഹത്തെ അത്തരം വാർത്തകൾ, അതായത് സരിതാ നായർ പുറത്തുവിട്ട 5 പേജ് അഡീഷണൽ ഫാബ്രിക്കേറ്റ് ആയ പരാതി എഴുതിയുണ്ടാക്കിയ കാര്യങ്ങൾ പുറം ലോകെത്തിച്ച് ലോകം മുഴുവൻ അറിയിച്ച് ഉമ്മൻചാണ്ടി സരിതാ നായരെ ബലാത്സംഗം ചെയ്തു, അല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധ നടപടികൾക്ക് വിധേയമാക്കി, ലൈംഗിക വൈകൃതങ്ങൾക്ക് ഉപയോഗിച്ചു, ഓറൽ സെക്സ് ചെയ്തു, അങ്ങനെ തുടങ്ങിയ കെട്ട് നാറിയ കഥകൾ പ്രചരിപ്പിച്ച പിണറായി വിജയൻ അവസാനം അതുപയോഗിച്ച് അധികാരത്തിലെത്തി. ഉമ്മൻചാണ്ടിയെ ഇല്ലാതാക്കി, ഭരണം വീഴ്ത്തി. അങ്ങനെയാണ് പിണറായി വിജയന്റെ ചതി രാഷ്ട്രീയത്തിന്റെ കഥ, പാവാട രാഷ്ട്രീയത്തിന്റെ കഥ. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തെ ഇത്തവണ 3ാമത്തെ ഒരു ബലാത്സംഗ കേസ് ഉണ്ടാക്കാം, എന്നിട്ട് അതുവഴി രാഹുൽ മാങ്കൂട്ടത്തെ നശിപ്പിക്കാം എന്നുള്ള പ്ലാനായിരുന്നു. അതുവഴി UDF-ഉം വീഴും എന്നുള്ളതായിരുന്നു പ്ലാൻ. എന്നാൽ അതെല്ലാം പൊട്ടിത്തകർന്ന് നാമാവിശേഷമായിരിക്കുകയാണ്. ഇപ്പോൾ 7 ദിവസമായിരുന്നു ചോദ്യം ചെയ്യലിന് വേണ്ടി കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത് പോലീസ്. എന്നാൽ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ പോലീസിന്റെ കാറ്റുപോയി. കാരണം ഓരോ നിമിഷവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന തെളിവുകൾ അത്രയ്ക്കും ശക്തമാണ്. ഈ സ്ത്രീ രാഹുൽ മാങ്കൂട്ടത്തെ എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ നടക്കുകയാണെന്നും ഈ അടുത്ത കാലത്ത് 2025 ഒക്ടോബർ മാസത്തിൽ അവരയച്ച വാട്സപ്പ് സന്ദേശത്തിൽ രാത്രി 2-3 മണിക്കൂർ ഒറ്റയ്ക്ക് പാലക്കാട് ഫ്ലാറ്റിൽ ഒരുമിച്ച് കഴിയാൻ പറ്റുമോ, അതിന് സമയം ഒരുക്കി തരുമോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സെക്രട്ടറിക്ക് അയച്ച വാട്സപ്പ് ചാറ്റ് പുറത്തു വന്നതോടെ എല്ലാ കഥകളും പൊട്ടിത്തകർന്നു. ബലാത്സംഗ കഥയൊക്കെ ഇല്ലാതെ. ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടം ക്ലബ് എക്സ് എന്ന് പറയുന്ന ഇവിടെയുള്ള തിരുവല്ലയിലെ ഹോട്ടലിൽ, അവർ താമസിച്ച ഹോട്ടലിൽ, ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ ഹോട്ടലിൽ കൊണ്ടുവരികയും ഇന്നലെ പുലർച്ചെ കൊണ്ടുവരികയും അവിടെ കൊണ്ടുവന്ന് 408-ാം നമ്പർ റൂമിൽ കൊണ്ടുവന്നപ്പോൾ ഇവർക്ക് ഒരു ബലാത്സംഗത്തിന് തെളിവ് കിട്ടിയില്ല. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ ഇവിടെ വെച്ച് ഞങ്ങൾ 1 മണിക്കൂറോളം ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് CCTV ദൃശ്യങ്ങൾ നോക്കാം, അല്ലാതെ ഞാൻ ഒരു വസ്തുവും അവരുമായിട്ട് ഉണ്ടായിട്ടില്ല. എന്നാൽ ഉണ്ടായിട്ടുണ്ട്, ഇവിടെയല്ല. എന്നെ കാനഡയിലേക്ക് ടിക്കറ്റ് എടുത്ത് വിളിച്ചു വരുത്തുകയും അങ്ങനെ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുകയും അങ്ങനെ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് അവരുടെ കൂടെ കഴിയുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ആ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് അവളെ കല്യാണം കഴിക്കാം എന്നുള്ള കൃത്യമായ ആലോചനയിലാണ്. എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവൾ അതിജീവിത പറഞ്ഞത് എന്നെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും ഒഴിവായി തരണം, എങ്ങനെയും കൊല്ലണം എന്നാണ്. ഇത് പുറത്ത് അറിഞ്ഞതോട് കൂടിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടം ഈ പറയുന്ന ലേഡി അത്ര എന്തോ ഒരു അസുഖത്തിന്, മാനസിക തകരാറിന് അടിമയാണ്, അല്ലെങ്കിൽ ഒരു കൊലപാതകം ചെയ്യണം എന്നുള്ള മനസ്സുള്ള ഒരു ലേഡിയാണ്, വരുന്നത് രക്ഷപ്പെടുകയാണ് നല്ലത് എന്ന് മനസ്സിലാക്കി ആ ബന്ധത്തിൽ നിന്ന് താൽക്കാലം ഒഴിയുകയായിരുന്നു. പിന്നീട് അവർ രാഹുൽ മാങ്കൂട്ടത്തെ ഫോളോ ചെയ്യുകയായിരുന്നു. അതായത് തിരുവല്ലയിൽ ഹോട്ടലിൽ വെച്ച് നടന്നു എന്ന് പറയുന്ന ബലാത്സംഗം കെട്ടുകഥയാണ്, ഗർഭക്കഥ പൊളിഞ്ഞു പോയതോട് കൂടിയിട്ട്. എന്നാൽ കാനഡയിൽ വെച്ചുണ്ടായ ബന്ധത്തിൽ ഗർഭിണിയായിട്ടുണ്ടാകാം, അത് അലസിപ്പോയിട്ടുമുണ്ട്. എന്നാൽ അത് അലസിപ്പോയതിന് അവർ ഭ്രൂണം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബ്ലാക്ക് മെയിലിങ്ങിന് മാത്രമായിരുന്നു. അങ്ങനെ എങ്ങനെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ വലയിൽ വീഴ്ത്തി കല്യാണം കഴിക്കാമെന്നുള്ള ഈ ലേഡിയുടെ പ്ലാനുകളെല്ലാം പൊട്ടിത്തകർന്നു. ആ തകർന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവസാനം എങ്ങനെയെങ്കിലും രാഹുൽ മാങ്കൂട്ടനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് എങ്ങനെയെങ്കിലും ശരിയാക്കാന്നുള്ള ഉദ്ദേശത്തോടെ ഫെനി നൈനാനെ കണ്ട് ഫെനി നൈനാൻ വഴി ഈ കാര്യത്തിൽ ഏർപ്പെട്ടത്. അതെല്ലാം പുറത്തു വന്നതോടെ ഈ അവസാനം
അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇപ്പം തന്നെ ഞാനിപ്പം കാണിക്കുന്നത് നമ്മുടെ 24 ചാനലിലെ അഭിപ്രായങ്ങളാണ്. ഇന്നിപ്പം അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അത് പ്രസിദ്ധീകരിച്ച 24 ചാനലിലെ അതിൽ കമൻറ്റുകൾ എല്ലാം തന്നെ രാഹുൽ മാങ്കുട്ടത്തോടൊപ്പമാണ്. റിപ്പോർട്ടർ ചാനലായ രാഹുൽ, അതേപോലെ 24 ആയാലും അതേപോലെ ഏഷ്യാനെറ്റ് ആയ എല്ലാ ചാനലിലും വരുന്ന രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വരുന്ന അഭിപ്രായങ്ങൾ 100% രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അനുകൂലമാണ്. എല്ലാവരും പിണറായി വിജയനെ തെറി പറയുകയാണ്. ഇങ്ങനെയുള്ള കെട്ടുകഥയുണ്ടാക്കി ആളുകളെ വഞ്ചിച്ച് ജനങ്ങളുടെ മുന്നിൽ കള്ളക്കഥയുണ്ടാക്കി അത് പിണറായി വിജയൻ വലിയ തോതിൽ പത്രസമ്മേളനം നടത്തി ഉണ്ടാക്കിയെടുത്തുള്ള ഈ കഥകളെല്ലാം പൊട്ടിത്തകർന്നിരിക്കുന്നു. അതായത് ഇന്ന് കോടതിയിൽ ഹാജരാക്കുമ്പോൾ ജനറൽ ഹോസ്പിറ്റലിൽ പോയി വീണ്ടും ടെസ്റ്റ്, അദ്ദേഹത്തിന് മെഡിക്കൽ ചെക്കപ്പ് നടത്തേണ്ട റിപ്പോർട്ട് പോയി കോടതിയിൽ കൊടുക്കണ്ട. ആ സമയത്ത് അവിടെ ജനക്കൂട്ടമേ ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ഘട്ടത്തിൽ പിണറായി വിജയൻ അറേഞ്ച് ചെയ്ത BJP-ക്കാരും അതേപോലെ DYFI-ക്കാരും യുവമോർച്ചക്കാരും അന്നുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. കുറെ വിരലിലെണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ജനരോഷം ഇല്ലാതായിരിക്കുന്നു. എന്നാൽ ജനക്കൂട്ടം ഒറ്റക്കെട്ടായി ഇപ്പോൾ ഇറാനിലൊക്കെ നടക്കുന്ന മാതിരി ഭയങ്കര തോതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇനിയും പ്രദർശന വസ്തുവാക്കി നടത്തിയാൽ വലിയ ആക്രമണങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്, പോലീസിനെ തന്നെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ട് വന്നതോടെ 2 ദിവസത്തോടു കൂടി ചോദ്യം ചെയ്യൽ അവസാനം ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. 7 ദിവസം ആവശ്യപ്പെട്ട പോലീസ് 2 ദിവസം കൊണ്ട് ഇത് കെട്ടിച്ചമച്ച കഥ ജനങ്ങൾ അറിഞ്ഞിരിക്കുന്നു. ഇത് കെട്ടുകഥയാണ്, ബലാത്സംഗവുമില്ല, മണ്ണാങ്കട്ടയില്ല. പ്രണയം ബാധിച്ച ഒരു യുവതി രാഹുൽ മാങ്കൂട്ടത്തിനെ സ്വന്തമായി കിട്ടാത്തതുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത കള്ളക്കഥയാണെന്നും അതിന് പിണറായി വിജയന്റെ അറിവോടുകൂടി തയ്യാറാക്കിയ ഒരു പരാതിയാണെന്നും പിണറായി വിജയന്റെ ആവശ്യപ്രകാരം ആ യുവതി ഒരു ഓഡിയോ അയച്ചതാണെന്നും പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ട് ഈ കാര്യങ്ങളെല്ലാം നടത്തിയതാണെന്നും അതുവഴി പിണറായി വിജയനും പ്രതിയാണെന്നും ഒക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നതോടെ നാറി നശിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ. പിണറായി വിജയന്റെ ജീവിതത്തിൽ തന്നെ ഇത്രയധികം തിരിച്ചടി കിട്ടിയ ഒരു കേസ് ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഇടയിലാണ് രണ്ടാമത്തെ പരാതിക്കാരി, അതായത് ബലാത്സംഗ കേസ് 2 നമ്പർ 2 അതിൽ പരാതിക്കാരി പറഞ്ഞ എനിക്ക് കേസില്ല, എന്നെ 164 സ്റ്റേറ്റ്മെന്റ് വിളിക്കരുത്, ഇത്തരം കെട്ടുകഥകളൊന്നും പറയാൻ ഞാനില്ല. കോടതി തന്നെ പറഞ്ഞിരിക്കുന്ന അവരെ പ്രഷർ ചെയ്ത് സമ്മർദ്ദത്തിലാക്കി അവർക്ക് എന്തൊക്കെ ഓഫർ ചെയ്തിട്ടാണ് ഈ കാര്യം നടത്തിയതെന്നാണ് കോടതി പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ പിണറായി വിജയൻ ഈ അതിജീവിതകളെ കൊണ്ടുവന്ന് ഇല്ലാത്ത കഥയുണ്ടാക്കി ഒരു യുവാവിനെ നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനോട് നമുക്കൊക്കെ ചില എതിർപ്പുണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഒരു നേതാവ് എന്ന നിലയിൽ, രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ, ജനപ്രതിനിധി എന്ന നിലയിൽ പൊതുസമൂഹത്തിൽ അധികം മാന്യനായി പ്രവർത്തിക്കുന്നുണ്ട്. സ്ത്രീകളോട് മാന്യമായി പെരുമാറണം, അവരെ വഞ്ചിക്കാൻ പാടില്ല. ഈ സമയത്താണ് 3 ബലാത്സംഗ കഥകൾ വന്നത്. അപ്പോൾ നമുക്ക് എതിരുണ്ടായി. പക്ഷെ 3 കഥകളും വായിക്കുമ്പോൾ ഇതെല്ലാം ഫേബ്രിക്കേറ്റഡ് ആയി മാറിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് ജനപിന്തുണ ഓരോ നിമിഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ തന്നെ പ്രസിദ്ധീകരിച്ച വീഡിയോയിൽ തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് അതിനെ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവസാനം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസിന് വേണ്ട എന്നുള്ളതായിരിക്കുന്നു, പിണറായിക്കും വേണ്ട. കാരണം ഇനിയും കൊണ്ട് നടന്നാൽ ജനക്കൂട്ടം ഒന്നിച്ച് ഇളകി വന്ന് പിണറായി വിജയൻ പോകുന്ന 40 വണ്ടി പോലീസിന്റെ സഹായത്തോടെ നിന്നും പോകുന്നത് തടഞ്ഞു കഴിഞ്ഞാൽ, അനങ്ങാൻ പറ്റാത്ത എല്ലാ ഭാഗത്തും കൂടെ ജനക്കൂട്ടം ഇളകിക്കഴിഞ്ഞാൽ, ഒരാളെ ഇല്ലാത്ത കാര്യത്തിന് പേരിൽ കള്ളക്കേസ് എടുത്ത് നശിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനം ജനക്കൂട്ടം ഇളകിക്കഴിഞ്ഞാൽ പ്രളയം വരുന്ന പോലെ, വലിയ മലവെള്ളപ്പാച്ചിൽ വരുന്ന പോലെ ജനക്കൂട്ടം വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാകുന്നു മനസ്സിലാക്കിയ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം പോലീസിനെ ആക്രമിക്കാൻ ജനക്കൂട്ടം തയ്യാറായി വരുന്നു. ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രദർശന വസ്തുവാക്കിയാൽ വലിയ തിരിച്ചടി കിട്ടുമെന്ന് മനസ്സിലാക്കിയതോടെ ഇലക്ഷനിൽ ഇത് വലിയ തിരിച്ചടിയാണ് വരാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിയതോടെ 7 ദിവസം ആവശ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിനെ 2 ദിവസം കൊണ്ട് മടക്കിയിരിക്കുകയാണ്. നാണം കെട്ട് ഇനി അതിലപ്പുറം നാണം കെടാൻ പിണറായി വിജയനില്ല. അല്ലെങ്കിൽ നാണവും മാനവും ഇല്ലാത്ത ഒരു മൃഗമാണല്ലോ പിണറായി. ഇങ്ങനെയൊക്കെ വൃത്തികേട് കാണിക്കാൻ പിണറായിക്കല്ല ലോകത്തിലാരും കഴിയില്ല. ഏകാധിപതി എന്ന് പറഞ്ഞാൽ ക്രൂവലായ ഭീകരനായ ഏകാധിപതിയാണ് പിണറായി വിജയൻ. എന്നെയൊക്കെ കള്ളക്കേസിൽ കുടുക്കി എത്ര തവണ അറസ്റ്റ് ചെയ്തു, ജയിലിലടച്ചു. എന്നെ സംബന്ധിച്ചുള്ള അത് പ്രശ്നമല്ല. ജയിലിൽ പോയാൽ ആ വാർത്ത എനിക്ക് വാർത്തയാണ്, പിന്നീട് തിരിച്ച് ഞാൻ കേസ് ഫയൽ ചെയ്യും. എന്നാൽ ഒരു ജനപ്രതിനിധിയോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ പാടുണ്ടോ? ഇദ്ദേഹം മുമ്പ് ജനപ്രതിനിധിയായ ആളല്ലേ. ഇപ്പം എല്ലാ അർത്ഥത്തിലും
രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഉണ്ടായിരുന്ന ചീത്തപ്പരെല്ലാം ഇപ്പോൾ പോയി കിട്ടി എന്നുള്ളതാണ് സത്യം. രാഹുൽ മാങ്കൂട്ടത്തിന് ഈ കേസിലൂടെ അദ്ദേഹം പരിശുദ്ധനായി മാറുന്നു എന്നുള്ളതാണ് സത്യം. ഇനി ആരെങ്കിലും കേസുമായി വന്നാൽ, ഒരു സത്യസന്ധമായ കേസ് ഉണ്ടെങ്കിൽ പോലും പോലീസ് തൊടാൻ പറ്റാത്ത അവസ്ഥയായി എന്നുള്ളത് സത്യം. കാരണം അത്രയും പരിശുദ്ധനാക്കി മാറ്റി ആര്? പിണറായി വിജയൻ ഈ കേസിലൂടെ. നന്ദി, നമസ്കാരം.